തൻ്റെ കരവിരുതിനാൽ പാഴ്വസ്തുക്കളെ പൂക്കളായും കരകൗശല വസ്തുക്കളായും വസന്തം വിരിയിക്കുന്ന ഒരു 76-കാരിയെ പരിചയപ്പെടാം. ജോസഫീനയുടെ കൈകളിലെത്തിയാൽ ഉള്ളിത്തോടും പ്ലാസ്റ്റിക് കവറും മച്ചിങ്ങിയും അടയ്ക്കത്തോടുമെല്ലാം പൂക്കളായി വിടരും. ഇതൊരു പൂക്കടയല്ല, ഒരു വീടിൻ്റെ അകത്തളമാണ്. പാഴ്വസ്തുക്കൾ കയ്യിൽ കിട്ടിയാൽ പൂക്കളും കരകൗശല വസ്തുക്കളുമാകുന്ന പറവട്ടാനിയിലെ ഒരു വീട്ടുവിശേഷം അറിയാം. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. പാഴ്വസ്തുക്കൾ വർണ്ണവിസ്മയമായി മാറുന്ന ഇടമാണ് പറവട്ടാനി ചിരിയങ്കണ്ടത്ത് മാത്യുവിൻ്റെയും ജോസഫീനയുടെയും വീട്. പ്രായം 76 ആയെങ്കിലും ഇന്നും ചെറുപ്പത്തിന്റെ ചുറുചുറുക്കുള്ള ജോസഫീനയുടെ കൈകളിൽ എന്ത് പാഴ്വസ്തുക്കൾ കിട്ടിയാലും അത് പൂക്കളും കരകൗശല വസ്തുക്കളുമായി മാറും. വേസ്റ്റ് കിട്ടിയാൽ അതുകൊണ്ട് സീനറി ഉണ്ടാക്കാൻ പറ്റിയ അത് ഒട്ടിക്കും. ഇല്ല പൂക്കള് അതുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പൂക്കൾ ചെയ്യും. അങ്ങനെ ഞാൻ ഒന്നും കളയില്ല. എനിക്ക് കിട്ടിയതൊക്കെ ഇപ്പോൾ വാഴപ്പോള പൊളിച്ച് എനിക്ക് വള്ളി ചീന്തിയതാ ആള് കുമ്പളം കുത്തിയിട്ടുണ്ട്, കുമ്പളം കറ്റാൻ. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ അതുമ്മേ വരകളൊക്കെ ഇങ്ങനെ പോണു. അത് വീട്ടിൽ കളറിൽ എനിക്കത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. ഞാൻ പറഞ്ഞു ഇത് ഞാൻ കൊണ്ടുപോവുകയാണ് അങ്ങോട്ട് എന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ എടുത്തോണു. അന്ന് തന്നെ ഞാൻ അതുകൊണ്ട് പൂവുണ്ടാക്കി. അയാൾ ഏത് സാധനം കിട്ടിയാലും പൂക്കൾ ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഇന്നതൊന്നുമില്ല, എന്ത് കിട്ടിയാലും പൂവാ. അപ്പോൾ ഞങ്ങൾക്കൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അമ്പലപുരത്ത്. അതിൽ അക്കിത്തം കവി ഒന്നുണ്ടായിരുന്നു. ആ അക്കിത്തം കവി അയാളോട് പറഞ്ഞു, ജോസഫീനയ്ക്ക് ഒരു പുൽക്കൊടി കിട്ടിയാൽ അതൊരു പൂവാക്കി തീർക്കും. പഴയ കുപ്പികൾ ജോസഫീനയുടെ കരവിരുതിനാൽ വർണ്ണപ്പൊലിമയുള്ള ബോട്ടിൽ ആർട്ടുകളും ചോളത്തിന്റെ പോള ഗാന്ധിയും മാലാകയും മനുഷ്യരൂപങ്ങളുമായി മാറും. മുട്ടത്തോട് വീടാകും. ഉള്ളിത്തൊലി പ്ലാസ്റ്റിക് കവറുകൾ, കടലാസ് പാൽക്കവറുകൾ, തുണിക്കവറുകൾ, പഴയ ഇൻവിറ്റേഷൻ കാർഡുകൾ, മച്ചിങ്ങ അടയ്ക്കത്തോട് വാഴപ്പോള കൗങ്ങിൻപാള എന്നിവ പൂക്കളായി ഇവിടെ വസന്തം വിടർത്തും. പാഴ്വസ്തുക്കൾ കിട്ടിയില്ലെങ്കിൽ ചായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കടുകും പരിപ്പും പിസ്തത്തോടും ബദാമുമെല്ലാം ചിത്രങ്ങളും കലാരൂപങ്ങളുമായി പിറവിയെടുക്കും. പിതാവ് വേലൂർ അറയ്ക്കൽ ലോനപ്പന്റെ കരകൗശല നിർമ്മാണത്തിൽ ആകൃഷ്ടയായാണ് ജോസഫീന ഈ രംഗത്തേക്ക് 8ാം വയസ്സിൽ തന്നെ കടന്നുവരുന്നത്. നിർധനരായ യുവതികൾക്ക് സൗജന്യമായി വിവാഹമൊക്കെയും ജോസഫീന നിർമ്മിച്ചു നൽകാറുണ്ട്. പാട്ടും നൃത്തവും കരകൗശല നിർമ്മാണവും ചിത്രരചനയും കവിതാ രചനയുമെല്ലാം ഗുരുവിന്റെ പിൻബലമില്ലാതെ സ്വന്തമായി തന്നെ ചെയ്യുന്ന ഈ കലാകാരി സകലകല വല്ലഭ തന്നെ. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ, നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ കൊതിതുള്ളി നിൽക്കവേ. മാരിവിൽ ചന്തം വിടർത്തുന്ന ഒരു വീട് തന്നെയാണ്. അതുപോലെ തന്നെ അടുക്കളയിൽ അധികം വേസ്റ്റുമില്ലാത്ത ഒരു വീടെന്നും വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം പാഴ്വസ്തുക്കൾ കയ്യിൽ കിട്ടിയാൽ ജോസഫീന ചേച്ചി അത് കരകൗശല വസ്തുക്കളും പൂക്കളുമെല്ലാം ആക്കി മാറ്റും. എന്തായാലും ഈ വീട് കാണേണ്ട കാഴ്ച തന്നെയാണ്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.